നാളെ KSRTC ബസ് ഓടിക്കത്തില്ല എന്ന് പറയാൻ ഭരണഘടനാപരമായി അധികാരം ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ഒരാൾക്ക് പറ്റത്തില്ല. ഓടിക്കാൻ തന്നെ ശ്രമിക്കണം. നാളെ ആരെങ്കിലും ഒരു കേസിന് പോയി ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഓടിക്കാത്തത്? ഞാൻ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ മാനേജ്മെന്റ് പരിശ്രമിച്ചു, കഴിഞ്ഞില്ല. തൊഴിലാളി വന്നില്ല, നമ്മളങ്ങനെ ഓടിക്കുന്നത്. തൊഴിലാളികൾ വന്നില്ല, അത് അവരെ കുറ്റമല്ല. അവർ സമരത്തിൽ പങ്കെടുത്ത ഒരു ജെനുവിൻ കോസിന് വേണ്ടിയിട്ട് അവർ നടത്തിയൊരു സമരമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പാർട്ടിപരമായി ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയാം. രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് ബി എന്നൊരു ചെറിയ പാർട്ടിയായിരിക്കാം, പക്ഷെ KB ഗണേഷ് കുമാർ ചെയർമാനായ കേരള കോൺഗ്രസിന് ഹർത്താൽ പോലുള്ള ആളെ തടഞ്ഞും വഴി തടഞ്ഞും ആളുകളെ ബലം പ്രയോഗിച്ചുള്ള സമരത്തോട് യോജിപ്പില്ല. ഞാൻ LDFന്റെ ഘടകകക്ഷിയാണ്. LDFന്റെ നിലപാട് എന്താവാം, പക്ഷേ എന്റെ പാർട്ടിയുടെ നിലപാടുണ്ട് അതിനകത്ത് തന്നെ. LDFിലുള്ള ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുണ്ട്. എന്റെ നിലപാട്, എന്റെ പാർട്ടിയുടെ നിലപാട്, ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഹർത്താലുകളും ബന്ധുകളും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതിനോട് ഞങ്ങൾ യോജിക്കാൻ കഴിയത്തില്ല. അത് പറയാതിരിക്കുന്നില്ല, ആർക്കും മറുപടിയല്ല. ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്റെ പാർട്ടിയെ നയിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മനുഷ്യനെ വഴി തടഞ്ഞും ബലം പ്രയോഗിച്ചും യാത്ര തടസ്സപ്പെടുത്തിയും വ്യാപാരികളെ കടയടച്ചുമുള്ള സമരത്തോട് കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് യോജിപ്പില്ല.